1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഒരു കാലത്ത് മലയോര മേഖലയിൽ സാധാരണക്കാരുടെയും സമ്പന്നരുടെയും വരുമാനത്തിന് മുഖ്യ സ്രോതസ്സായിരുന്ന കശുവണ്ടി കൃഷി നാടു നീങ്ങുന്നു. ഉൽപാദന ചെലവിലെ വർധനവ്, പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ അഭാവം, ചെലവിനപേക്ഷിച്ചുള്ള വരുമാനക്കുറവ് തുടങ്ങിയവയെല്ലാമാണ് കശുവണ്ടി കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി കർഷകർ പറയുന്നത്. കശുവണ്ടിയേക്കാൾ ലാഭകരമായ മറ്റു നാണ്യവിളകൾ സുലഭമായതാണ് കശുവണ്ടി കൃഷിയോട് പുതുതലമുറക്ക് താല്പര്യം കുറവുണ്ടാവാൻ കാരണമായതെന്നാണ് ആദ്യകാല കശുവണ്ടി കർഷകർ പറയുന്നത്. മലയോര മേഖലയിൽ ഹെക്ടർ കണക്കിലായിരുന്നു കശുവണ്ടി ഉണ്ടായിരുന്നത്. കശുവണ്ടി പറിക്കുന്നതിനും ശേഖരിക്കുന്നതിനും അന്യജില്ലകളിൽ നിന്നുള്ളവരാണ് മേഖലയിൽ എത്തിയിരുന്നത്. വൻതോതിൽ ലാഭം കശുവണ്ടി കൃഷിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടുള്ള കാലങ്ങളിൽ ലാഭം ഇടനിലക്കാർക്ക് മാത്രമായെന്നും കർഷകർക്കും ഉടമസ്ഥർക്കും തുച്ഛമായ ലാഭം മാത്രം ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നുമാണ് കർഷകരുടെ വാദം. റബ്ബർ, കൊക്കോ, വാനില, കമുങ്ങ് തുടങ്ങിയ കൃഷികൾ വ്യാപകമായതും കശുവണ്ടി കൃഷിയിൽ നിന്ന് പിന്നോട്ടു പോവാനിടയാക്കി. വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വിളവെടുക്കാവുന്ന കൃഷികളും ദിനേന വരുമാനം ലഭിക്കുന്ന റബ്ബർ പോലുള്ള കൃഷികളും വ്യാപകമായതോടെയാണ് കശുവണ്ടി കർഷകർ കശുവണ്ടി കൃഷിയിൽ നിന്ന് മാറിയതത്രേ. കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രചരണങ്ങളോ പ്രോത്സാഹന നടപടികളോ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെന്നാണ് ആദ്യകാല കശുവണ്ടി കർഷകർ പറയുന്നത്. രാജ്യത്തിനകത്തും പുറത്തും വിപണന സാധ്യതയുള്ള കശുവണ്ടി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് കർഷകരുടെ മറ്റൊരു പ്രധാന ആവശ്യം. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.